നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് മറവാഞ്ചേരിയിൽ കോഴിക്കൂട്ടിൽ കയറി 3 കോഴികളെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. കോമത്തുകാട്ടിൽ ശ്യാംകുമാറിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. തിങ്കളാഴ്ച രാവിലെ കോഴിക്കൂട് തുറക്കാനെത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഉടൻ വീട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം ദിനേശ് ആമ്പല്ലൂരാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. മലമ്പാമ്പിനെ വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. പായ തുറക്കാനുണ്ടോ? കാന്നിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. വരന്തരപ്പിള്ളി കലവറക്കുന്ന് തോപ്പുകടവിൽ സ്ഥിതി ചെയ്യുന്ന ശോച്യാവസ്ഥയിലായ കുടിവെള്ള വിതരണ വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പിള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുകടവ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. ഇപ്പോൾ ഈ ഒരു പമ്പ് ഹൗസ് വളരെ അപകടകരമായ രീതിയിലാണ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പിള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ ധർണയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. കുടിവെള്ളക്ഷാമ സമയത്ത് വരന്തരപ്പിള്ളി അളഗപ്പ നഗർ പഞ്ചായത്തുകൾ കുടിവെള്ളത്തിനായി പ്രധാനമായും ഈ ഒരു ടാങ്കിനെയാണ് ആശ്രയിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടും പുഴയോരം ഇടിഞ്ഞു പോകുന്നത് കൊണ്ടും ഏതു സമയവും പുഴയിലേക്ക് പതിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള അവസ്ഥയെന്ന് ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. അധികൃതർ ഉടൻ ഈ വാട്ടർ ടാങ്ക് പുനർനിർമ്മിക്കണമെന്നും ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ള വിതരണം സുഗമമായി നടത്തണമെന്നും ജനകീയ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. തൊട്ടപ്പുറത്ത് കുടിക്കടവാണ്. ആളുകൾ വന്ന് കുളിച്ച് അങ്ങനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് പോണ പ്രധാനപ്പെട്ട സ്ഥലം. ഈ ടാങ്ക് ദ്രവിച്ച് ഏത് സമയത്തും വീഴാൻ പറ്റാവുന്ന കുടിവെള്ള പദ്ധതി തകർന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ കുടിവെള്ളം മുട്ടാവുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾക്ക് പോകാം. ഇതിൻ്റെ മുകളിലാണ് ഇത്ര വലിയ മോട്ടറൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പോംവഴി വാട്ടർ അതോറിറ്റി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. ബഹുമാനപ്പെട്ട MLA അടക്കം ജനപ്രതിനിധികളൊക്കെ അടക്കം തന്നെ ഇതിൽ ശ്രദ്ധിക്കും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. പ്രതിഷേധ യോഗം മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി ട്രഷറർ ഷിഹാബ് പെരുവാൻകുഴിയിൽ അധ്യക്ഷനായിരുന്നു. സമിതി ജോയിന്റ് സെക്രട്ടറി ഷെഫീഖ് പാറയിൽ, സമിതി നേതാക്കളായ A. സുധീഷ്, പുന്ന ശിവദാസൻ, ഹംസ കളപ്പാടൻ, KK ശാന്ത എന്നിവർ പ്രസംഗിച്ചു. വെള്ളം ഡയറക്റ്റ് കയറാവുന്ന വലിയ വലിയ പൊത്തുകൾ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ കുടിവെള്ള സംഭരണി ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നല്ലൊരു പമ്പ് ഹൗസ് തന്നെ, നല്ലൊരു കിണർ, നല്ലൊരു കുടിവെള്ള പമ്പ് ഹൗസ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ വെള്ളം, നല്ല കുടിവെള്ളമാണ് ഏറ്റവും വലിയ വെള്ളം. ആ കുടിവെള്ളം നല്ല രീതിയിൽ നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റിയും ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ ഇത് പണിത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയ രീതിയിലാക്കണമെന്നാണ് ജനകീയ സംരക്ഷണ സമിതിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ഈ പ്രദേശവാസിയാണ്. കലവറക്കുന്ന് പൗണ്ട് മേഖലയിൽ തന്നെയാണ് എൻ്റെ വീട്. വർഷങ്ങളായിട്ട് ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഈ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഇതിൻ്റെ പുഴയുടെ സൈഡിലേക്ക് നിൽക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഒരു വങ്ക് പോലെ, അതായത് ആ കോൺക്രീറ്റൊക്കെ ഇടിഞ്ഞു പോയിട്ട് അതിൻ്റെ അകത്തു കൂടെ ചെളിയും മണലും നിറഞ്ഞ് വന്ന് വർഷക്കാലമായാലും നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ടാങ്കിൽ മുഴുവനും ചെളിയാണ് ഈ കയറണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, പാത്രം വരെ കഴുകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലും പഞ്ചായത്തിൻ്റെ മുമ്പിലും ബ്ലോക്കിൻ്റെ മുമ്പിലും ജില്ലാ പഞ്ചായത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളിത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കി ഞങ്ങൾക്ക് കിട്ടണം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സാംസ്കാരിക വൈവിധ്യ സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ച് തെരുവര എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട അയ്യങ്കാളി സ്ക്വയറിന് മുൻവശം തെരുവര ദേശാഭിമാനി ചീഫ് ആർട്ടിസ്റ്റ് AV ശ്രീകുമാർ ചിത്രം വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് VD മനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മധു വെള്ളാനി, ട്രഷറർ നിരൂപ, പ്രിയൻ ആലത്ത്, AN രാജൻ, റഷീദ് കാറളം, സുമി ബിജു എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളും പരിഷത്ത് പ്രവർത്തകരും കാഴ്ചക്കാരായി വന്ന ആൾക്കാരുമടക്കം 50ഓളം പേർ ചിത്രം വരച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തു.
പുതുക്കാട് നിയോജക മണ്ഡലം തല സ്കൂൾ പ്രവേശനോത്സവം കോടാലി JLP സ്കൂളിൽ സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ സതീശൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CC ബിജു, KR റെനി, KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ നൂർജഹാൻ നവാസ്, KR ശശികുമാർ, അശ്വതി സുബീഷ്, ശ്രീജ പ്രബോഷ്, ഷീജ അജിത്ത, KG നിത, പ്രധാനാധ്യാപിക VS ഷീല, PTA പ്രസിഡന്റ് ഫിറോസ് ഷാ, MPTA പ്രസിഡന്റ് രേഖാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഠനോപകരണ വിതരണവും ഉണ്ടായി. പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ വികസന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ്. കുഞ്ഞുങ്ങളെയും ഞാൻ ആദ്യമായി സ്വാതന്ത്ര്യ സ്കൂളിലെത്തി. അവരോടൊപ്പം വന്ന കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ചേർത്ത് അവരുടെ കൂടെ എത്തി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും അതോടൊപ്പം വിശിഷ്ടാതിഥികളെയും ഇവിടെ ഉള്ള അധ്യാപകർ തുടങ്ങി മറ്റ് PTA എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.